തിരുവചനത്തെ പ്രഭാതത്തിൽ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ വചനം 126 സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ദൈവത്തിന് മഹത്വം. ഈ വചനം നമ്മൾ സാധാരണയായി കാണാപ്പാടം മനഃപ്പാടമാക്കിയതും കണ്ണുനീരിൻ്റെയും പ്രശ്നങ്ങളുടെയും അനേക താഴ്ചകളുടെയും പരാജയത്തിൻ്റെയും മധ്യത്തിലൊക്കെ നമ്മൾ സ്വയം അറിയാതെ ഉരുവിടുന്നതായ നമ്മുടെ ഹൃദയത്തിൽ പൊങ്ങി വരുന്ന മനോഹരമായ ജീവചൈതന്യമുള്ളതായ വചനമാണ്. തിരുവചനത്തിലെ ചില വചനങ്ങളൊക്കെ നമ്മൾ വായിച്ചു വിട്ടിരുന്നാലും അത് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും, നമുക്ക് ഉത്തേജനം തന്നുകൊണ്ടിരിക്കും, പ്രത്യാശ പകർന്നുകൊണ്ടിരിക്കും. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ താങ്ങുവാൻ ഓടിയെത്തുന്ന ചൈതന്യമുള്ള വാക്കുകളുണ്ട്, വചനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ വിശേഷപ്പെട്ടതായ ചില രൂപഗുണവും ആശയഗുണവും ആത്മഗുണവും അല്ലെങ്കിൽ പകരുന്നതായ വർദ്ധിച്ചു വരുന്നതായ സന്തോഷം മനുഷ്യ ജീവിതത്തിൽ പകരുവാൻ തക്ക ശേഷിയുള്ളതുമാണ്. അങ്ങനെ നമ്മളെ പലപ്പോഴും താങ്ങി നിർത്തുന്നതായ ഒരു വചനമാണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രത്യക്ഷ ഈ വചനത്തിൻ്റെ അർത്ഥം ഒരുപക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മാനുഷികമായ അർത്ഥത്തിലും അല്ലെങ്കിൽ ഒരു ഭൗമികമായ ഒരർത്ഥത്തിൽ കൂടെ അധ്വാനങ്ങളുടെ വെളിച്ചത്തിലൊക്കെ ആയിരിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും സങ്കീർത്തനക്കാരൻ അവിടെ ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സംഗീതം ആലപിക്കുന്നതായ സംഗീതജ്ഞരെ, അത് കേൾക്കുന്നതായ ജനത്തെ, അതിനെക്കുറിച്ച് ചിന്തനം ചെയ്യുന്നതായ ദൈവജനത്തിന്, അതിൽ ആശ്രയിക്കുന്നതായ ഭക്തന്മാർക്ക്, അവർക്ക് എന്തൊക്കെയോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്ക ശേഷിയുള്ള കോഡ് വാക്കുകളായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആർക്കാണ് കണ്ണുനീരില്ലാത്തത്? ദാസൻ മുതൽ യജമാനൻ വരെ, അഥവാ രാജാക്കന്മാരെ കൊട്ടാരം മുതൽ കുടിൽ വരെ കണ്ണുനീരുണ്ട്. ജീവിതത്തിൽ ജനിച്ചപ്പോൾ മുതൽ അവസാനം മരിക്കുന്നിടം വരെ ചിരിച്ചും കൊണ്ടും സന്തോഷിച്ചും കൊണ്ടും ജീവിക്കുന്നവരാരുമില്ല. എന്നാൽ ചിലരൊക്കെ മരിക്കുമ്പോഴും കരയും, ജനിക്കുമ്പോഴും കരയും. ഏതൊരു ശിശുവും ജനിക്കുമ്പോൾ അവർക്ക് കരച്ചിലുണ്ട്. അവർ ഒരുവിധം കരച്ചിലോടുകൂടിയാണ് ഭൂമിയിൽ അവർ അവതരണം ചെയ്യുന്നത്. ഈ ഭൂമിയെ കണ്ട സന്തോഷത്തിലും ഈ ഭൂമിയിൽ ദൈവം അവർക്ക് കൊടുത്തൊരു ജന്മത്തിലും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് ഒരു ശിശു ഒരിക്കലും ചിരിക്കാറില്ല, അവർ കരയുകയാണ്. കാരണം ദുഃഖം നിറഞ്ഞ ലോകത്തിലേക്കുള്ള ജനനം അത് മനുഷ്യർക്കൊരു സന്ദേശമാണ്. എന്നാൽ ചില മനുഷ്യരുണ്ട്, അവരുടെ അവസാനത്തെങ്കിലും അവർ കരഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത്. അവർക്ക് അങ്ങനെ മരിക്കുവാൻ വിധിയായിട്ടുണ്ട്. എന്നാൽ ചിലരെ ദൈവം സന്തോഷത്തോടുകൂടെ ചിരിച്ചും കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ജീവിതം അവസാനത്തെ ദൈവത്തിൽ അർപ്പിക്കുവാനുള്ളതായ ഒരു മഹാഭാഗ്യം ലഭിക്കുന്നതായ ഭക്തന്മാരെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഭക്തന്മാർ ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കഷ്ടത്തിലും സന്തോഷിക്കുവാൻ കഴിവുള്ളതായ ഒരു ഭക്തന്മാരാണ് ഈ ലോക ജീവിതത്തെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നത്. എല്ലാവരും കരയുന്നവരാണെങ്കിൽ ഈ ലോകത്തിൽ നരകമായിരിക്കും അതിൻ്റെ അനുഭവം നമുക്കുണ്ടാക്കുക. നരകത്തിൽ എപ്പോഴും കരച്ചിലും പല്ലുകടിയുമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ആനന്ദഘോഷം മുഴക്കുന്നു. അപ്പോൾ കരച്ചിലും പല്ലുകടിയും മാത്രമാണ് ഈ ഭൂമിയിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഭൂമി ഒരു നരകതുല്യമായ ജീവിതമാകുമായിരുന്നു. എന്നാൽ ഈ ഭൂമിയിലെ മനുഷ്യവാസം ബാലൻസ് ചെയ്യുവാൻ ദൈവം സന്തോഷിക്കുന്ന ഭക്തന്മാരെ ഈ കരയുന്നവരുടെ ഇടയിൽ സൃഷ്ടിച്ചാക്കി. നമ്മെ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ കരച്ചിൽ തന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ കരച്ചിലിനെ എങ്ങനെയാണ് നാം ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ചില ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തന്നു, നമ്മുടെ മനസ്സിൽ തന്നു. അതിനുശേഷം ആ കരച്ചിലിനെ എങ്ങനെ സന്തോഷപൂർണമാക്കി തീർക്കാം
എന്നുള്ളതായ ഒരു പഠനവും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതായ നിഗൂഢതകൾ നിറഞ്ഞതായ വലിയ വരുവാനിരിക്കുന്നതായ ചില സത്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു പ്രവചനമാണ്. അതെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ളതായ ചില കാമ്പുകളെ, അതിൻ്റെ സത്യത്തെ ഞാൻ എടുത്തൊന്ന് കാണിക്കാം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നോക്കൂ, ഒരേ ദിവസം നടക്കുന്നതായ രണ്ട് സംഭവം. ലോകത്തിൽ മനുഷ്യജാതി ഉണ്ടായത് മുതൽ ഇതുവരെയും സംഭവിക്കാത്തതായ കഷ്ടകാലം ഉണ്ടാകും എന്ന് പറഞ്ഞതായ ഒരു പ്രവചനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത സെന്റൻസ് ഒരു കോമയോട് ചേർത്ത് നമുക്ക് നൽകുന്നത് അന്ന് പുസ്തകത്തിൽ കാണുന്ന പേരെഴുതിയിട്ടുള്ള ഏവനും രക്ഷ പ്രാപിക്കും. ഒരു കഷ്ടതയുടെ കാലത്ത് അതിൻ്റെ അങ്ങേപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ ദൈവം രക്ഷയുടെ കവാടവും അതിൽ അവകാശമാകിയിരിക്കുന്ന ജനങ്ങളുടെ പേരെഴുതുന്ന ഒരു പുസ്തകവും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. മനസ്സിലാക്കുക, വ്യക്തമായി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. എന്താണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. എന്താണ് ഈ വിതയ്ക്കുന്നത്? ദൈവത്തിൻ്റെ വചനം. ഭൗമികമായ അർത്ഥത്തിൽ നമുക്ക് ധാരാളം നമ്മുടെ അധ്വാനത്തിന് പിന്നിൽ കഷ്ടപ്പാടുകളോടുകൂടെ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഒരു കാര്യം ചെയ്യുന്നവന് അനുഗ്രഹം ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ അതിനെ വിവക്ഷിച്ച് പ്രാർത്ഥിക്കാറും വിശ്വാസത്താൽ ഏറ്റെടുക്കുകയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷിക്കുകയും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അവകാശവാദങ്ങളിൽപ്പെട്ടതായ ചില വാഗ്ദത്ത സ്വരൂപങ്ങളുള്ളതായ വാക്യങ്ങളാണ് അതിൽ ബലം നൽകുന്നു. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ. അങ്ങേപ്പുറത്ത് let us go one step forward. ഒരു പടിയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ. ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ കണ്ണുനീർ ഉളവാക്കുന്നുവെങ്കിൽ, ഒരു മനസ്താപം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു മാനസാന്തരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു കണ്ണുനീർ ദൈവത്തിൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുമ്പോൾ അത് കണ്ണുനീരോട് നീ ഏറ്റെടുക്കുകയാണെങ്കിൽ നോക്കൂ, അതിൻ്റെ പിന്നിൽ ജീവന്റെ സമൃദ്ധി നിനക്ക് ആർപ്പോടെ കൊയ്തെടുക്കുവാൻ, നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറകൾക്കും ഒരു ജീവന്റെ സമൃദ്ധിയെ കൊയ്തെടുക്കുന്നതായ ഒരു സൗഭാഗ്യകരമായ ഒരു അനുഭവമുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ പ്രവചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം എപ്പോഴും രണ്ട് സൈഡ് കാണും. ഒരു നാണയത്തിന് രണ്ട് വശമുള്ളതുപോലെ ഭൗമികമായ ഒരു വശം എടുത്ത് കാണിച്ചുകൊണ്ട് ആത്മീകമായതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ദൈവം ഭൗമികമായിട്ടുള്ളതായ അനേക കാര്യങ്ങൾ, നമ്മുടെ ഹൃദയ സ്പർശിയായിട്ടുള്ള വിഷയങ്ങളെ ദൈവം എടുത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് ആത്മീകമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിൽ പടുത്തുയർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ കണ്ണുനീരും മനസ്താപവും മാനസാന്തരവും ദൈവഹിത പ്രകാരമുള്ളതായ ചില മാനസാന്തരങ്ങളും ഉളവാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിലെ ധ്യാനമെങ്കിൽ, അത് നമ്മിൽ ആർപ്പോടെ കൊയ്യുന്നതായ അനേക ജീവനങ്ങളെയും അല്ലെങ്കിൽ ജീവിത സന്തോഷങ്ങളെയും സ്വർഗീയ അനുഭവങ്ങളെയും സമാധാനത്തെയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ ജീവശകലങ്ങളായി അത് മാറ്റപ്പെടും. ഇല്ല എങ്കിൽ കണ്ണുനീർ, ആ കണ്ണുനീരിൽ തന്നെ നമ്മൾ വസിക്കേണ്ടതായിട്ട് വരും. എന്നും നമ്മുടെ ആവലാതികൾ തീരുന്നില്ല. നോക്കൂ, ദാനിയേൽ പ്രവചനത്തിൽ വായിച്ചതുപോലെ മീഖായേൽ പ്രഭു അല്ലെങ്കിൽ ആ പ്രഭു എഴുന്നേൽക്കുമ്പോൾ ഒരു കാലത്ത് പ്രഭു എഴുന്നേൽക്കും. നമ്മുടെ മുൻപിൽ കർത്താവിന് തുല്യമായി, പ്രഭുവിന് തുല്യമായി നമ്മുടെ മുൻപിൽ രക്ഷകൻ വന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത കഷ്ടങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ രസകരമായി എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വാക്യം, ജനങ്ങൾ എപ്പോഴും സമാധാനപരമായ ഒരു കൺവെൻഷൻ ആഗ്രഹിക്കുന്നു. ആരാധന സമാധാനമായിരിക്കണം, ശത്രുക്കളൊന്നും പാടില്ല, നമുക്ക് ഉപദ്രവങ്ങളൊന്നും പാടില്ല.
നമ്മുടെ മിഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മുടെ യാത്രയൊക്കെ സമാധാനകരമായിരിക്കണം. സകലരും നമ്മളെ ഭയപ്പെടണം, സകലരും നമുക്ക് മെത്ത വിരിച്ചു തരണം. ഞാൻ ആ സഹോദരൻ എന്നോട് പറഞ്ഞതായ ആ സഹോദരനോട് ഒരിക്കൽ പറയുകയുണ്ടായി, ബ്രദർ, അങ്ങനെയെങ്കിൽ ദൈവം 1-ാം നൂറ്റാണ്ടിൽ ഭക്തന്മാരായിട്ടുള്ള ദൈവത്തിന്റെ ജനം, രക്തസാക്ഷികളായി 1000 ജനങ്ങൾ ഈ സുവിശേഷത്തിന്റെ നാമത്തിൽ കണ്ണുനീരോടെ വിതയ്ക്കപ്പെട്ടവരുടെ ജീവിതങ്ങളെ, വിതയ്ക്കപ്പെട്ടതായ ജീവിതങ്ങളോട് സ്വർഗം മാപ്പ് പറയേണ്ടി വരും, കർത്താവ് മാപ്പ് പറയേണ്ടി വരും. നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു സന്തോഷകരമായ ഒരു സുവിശേഷത്തിന്റെ മാർഗം നമുക്ക് ദൈവം തെളിയിച്ചു തന്നാൽ അല്ലെങ്കിൽ തുറന്നു തന്നാൽ ദൈവം ആ ജനത്തോട്, രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധന്മാരോട് മാപ്പ് പറയേണ്ടി വരില്ലേ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടമുള്ള ഒരു മാർഗത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് കർത്താവ് കഷ്ടപ്പെടുവാൻ, യാതനകൾ അനുഭവിക്കുവാൻ, കണ്ണുനീരോടെ വിതയ്ക്കുവാൻ ഒരു കൂട്ടം ജനത്തെ വിളിച്ചു വേർതിരിച്ചു. ആ കൂട്ടത്തിൽ നീ ഉണ്ടെങ്കിൽ, നിന്റെ വിത അല്ലെങ്കിൽ നിന്റെ വിത്തുകള് നീ ചുമന്നുകൊണ്ട് നടക്കുന്നതായ വിത്ത് കണ്ണുനീരിന്റെ വിത്താണെങ്കിൽ, അല്ലെങ്കിൽ മനസ്താപത്തിന്റെയും മാനസാന്തരത്തിന്റെയും ദൈവഹിതപ്രകമായ ദുഃഖം നിന്നിൽ ഉളവാക്കുന്നതായ, നിന്നെ വ്യതിയാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്തുന്നതായ ഒരു വചനമാണ് നിന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്നതെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ മുളച്ചു വളരുന്ന, തഴച്ചു വളർന്ന് അത് ഫലം തരുന്നത് ജീവന്റെ സമൃദ്ധിയാണ്. ഇല്ല എങ്കിൽ അത് കണ്ണുനീരിൽ തന്നെ എപ്പോഴും കളകളും ദുഷ്ടന്റെ ആവാസവുമായി ആ ജീവിതം മാറിപ്പോകും. ഒരേ ദിവസം ലോകം കണ്ടിട്ടില്ലാത്ത മനുഷ്യജാതി ഉണ്ടായതു മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതായ കഷ്ടത എവിടെ നിലനിൽക്കുന്നുവോ, എവിടെ ഉണ്ടാകുന്നുവോ, അവിടെ ഒരു ജീവന്റെ പുസ്തകവും വെളിപ്പെടും. അന്ന് നിന്റെ ജനം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഒരേ ദിവസത്തിൽ നടക്കുന്ന കാര്യമാണ്, ഒരു സന്നിധാനത്തിൽ നടക്കുന്നതായ കാര്യമാണ്. ഒരു ഭാഗത്ത് സന്തോഷം, ഒരു ഭാഗത്ത് ദുഃഖം, ഒരു ഭാഗത്ത് മുറവിളി, ഒരു ഭാഗത്ത് ആർപ്പവിളി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്താപപ്പെടുന്നതായ, കണ്ണുനീരിന്റെ നിലവിളിക്കുന്നതായ, ഭാരപ്പെടുന്നതായ, താഴ്ച അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന അനേക പാതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ അർത്ഥം അതിൽ തന്നെ മരിക്കണമെന്നുള്ളതല്ല. നീ എപ്പോഴും ദുഃഖിക്കേണ്ടവനല്ല, നീ എപ്പോഴും കരയേണ്ടവനല്ല. കരഞ്ഞത് മതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്തോഷത്തിന്റെ ഒരു ദിവസവും നിന്റെ ഹൃദയത്തിൽ കടന്നു വരണം. ഏതിൽ സന്തോഷം? കർത്താവിൽ സന്തോഷിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് സഭകളോട് പറയുന്നത് സന്തോഷിപ്പീൻ, വീണ്ടും വീണ്ടും സന്തോഷിപ്പീൻ. എന്തിനെ കണ്ടാണ് സന്തോഷിക്കേണ്ടത്? സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ഉണർന്ന മേഖലയെ കണ്ട് സന്തോഷിക്കണമോ? ഇല്ല. നിങ്ങളുടെ കഷ്ടതകളെ കണ്ട് സന്തോഷിപ്പീൻ, നിങ്ങളുടെ ദുരിതങ്ങളെ കണ്ട് സന്തോഷിപ്പീൻ, നിങ്ങളുടെ ഇല്ലായ്മകളെ കണ്ട് സന്തോഷിപ്പീൻ, യുദ്ധങ്ങളെയും ക്ഷാമങ്ങളെയും ശ്രുതികളെയും കണ്ട് സന്തോഷിപ്പീൻ. കാരണം നിന്റെ വീണ്ടെടുപ്പെടുത്ത് പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്റെ കഷ്ടത തീരുന്നതായ ഒരു ദിവസത്തെ കുറിച്ചുള്ള ഒരു പ്രത്യാശ തന്നുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, സന്തോഷിപ്പീൻ, വീണ്ടും വീണ്ടും സന്തോഷിപ്പീൻ. എനിക്ക് നിങ്ങളോട് പറയുന്നതിൽ ലജ്ജയില്ല. വീണ്ടും സന്തോഷിപ്പീൻ. കാരണം സന്തോഷത്തിൽ കൂടെ അനുഗ്രഹം, ജീവിതത്തിലെ ആ പ്രയാണത്തിന്റെ അവസാനത്തെ അങ്ങ് ദൂരെ പ്രത്യാശയുടെ മുഖത്ത് കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് സഭകളോട് ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങ് ദൂരെ നിന്റെ ജീവിത അനുഭവം ദുഃഖത്തിലാകരുത്, കണ്ണുനീരിലാകരുത്. നിന്റെ ജീവിതകാലം മുഴുവനും നീ കണ്ണുനീരോടെ ധാരാളം വിതയ്ക്കപ്പെട്ടു. നിന്റെ വിത്ത് ചുമന്നുകൊണ്ട് നീ ധാരാളം ചുമന്നുകൊണ്ട് കരഞ്ഞും കൊണ്ട് നടന്നു. നിന്റെ ജീവിതത്തിൽ എപ്പോഴും കരച്ചിലാകരുത്. ഒരു സന്തോഷം നിന്നിൽ ഉണ്ടാകണമെങ്കിൽ ആ വിതയ്ക്കപ്പെട്ട വിത്തുകൾ കണ്ണുനീരിൽ വിതയ്ക്കപ്പെട്ടതാകണം. ആ കണ്ണുനീരിൽ അത് കുതിർക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി സംസാരിക്കുമ്പോൾ അവിടെ വെച്ച് തരുന്നതായ മുന്തിരിത്തോട്ടങ്ങളെ നനയ്ക്കുവാൻ തക്കതായ കണ്ണുനീരിന്റെ പ്രവാഹം നിന്നിൽ നിന്ന് ഉളവാക്കിക്കൊണ്ട് ആ മരുഭൂമിയിൽ മുന്തിരിത്തോട്ടങ്ങളെ നട്ടുണ്ടാക്കി ഫലങ്ങളെ കൊയ്യുവാൻ തക്ക വിശിഷ്ട ജീവികളാക്കി ദൈവം നമ്മെ മാറ്റുമെന്നാണ് പ്രത്യാശ തരുന്നതായ വചനങ്ങളാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ളത്. ഗോഡ് ബ്ലെസ് യു.